സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. ഇതിനുവേണ്ട തുക കണ്ടെത്തുന്നതിനായി സഹകരണ സംഘങ്ങളുമായി സഹകരിച്ച് കടമെടുക്കുന്നതിനു വേണ്ട നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. നാളെയായിരിക്കും കടപത്രരേഖ സമർപ്പിക്കുക. അതിനുശേഷം തുക ലഭിച്ചാൽ വിതരണം അറിയിപ്പ് ഉണ്ടായിരിക്കും. സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തിയിട്ടില്ലെങ്കിലും ഉടനെ തന്നെ അത്തരമൊരു അറിയിപ്പ് ഉണ്ടായിരിക്കും. 20-ാം തീയതിയോടുകൂടി വിതരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. പെൻഷൻ വാങ്ങുന്നവരിൽ അർഹതയില്ലാതെ ആരെങ്കിലും തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. 5 തരത്തിലുള്ള മാനദണ്ഡങ്ങൾ നോക്കിയാണ് അർഹരാണോ എന്ന് നോക്കുന്നത്. 1000 CCക്ക് മുകളിൽ വാഹനം ഉള്ള വീടുകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾ, AC ഉൾപ്പെടെ ആഡംബര വീടുകളിൽ താമസിക്കുന്നവർ, 2000 സ്ക്വയർ മീറ്ററിനു മേലെ വീട് ഉള്ളവർ, സർക്കാർ അർദ്ധ സർക്കാർ ജോലി ഉള്ളവർ, വീട്ടിലുള്ളവർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉള്ളവർ ഉണ്ടെങ്കിൽ എന്നീ ആളുകൾക്കൊന്നും പെൻഷൻ അർഹതയില്ല. ഇങ്ങനെ ഉള്ളവർ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വിവരം അറിയിക്കുക. സർക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ വാങ്ങിയ തുകയും അതിന് ഒരു നിശ്ചിത തുക പലിശയായി കണക്കാക്കി തിരിച്ചു നൽകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ പെൻഷൻ ഒഴിവാക്കാനുള്ള ഒരു അവസരം തന്ന സ്ഥിതിക്ക് ഇത് അറിയിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം നടപടികൾ എടുക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വാർഷിക വരുമാന അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അത് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമാണ് സമർപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പെൻഷനുമായി നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക.